സ്കോട്ടിഷ് മല്ലു ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UK നടന്ന അതിദാരുണമായ ഏവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കെറ്ററിംഗിൽ നടന്നത്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു ചെയ്യാനായിട്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് പേര് ഇങ്ങോട്ട് IELTS OET ഒക്കെ പാസ്സായിരിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കാണ്, ചേട്ടാ അവിടെ നേഴ്സായിട്ട് വന്നാലേ ഡിഫറൻസിന് ജോലി കിട്ടുന്നില്ലല്ലോ, ജോലി കിട്ടാത്തോണ്ടല്ലേ കെറ്ററിംഗിൽ കൊലപാതകം നടന്നേ, അങ്ങനത്തെ പ്രശ്നങ്ങളല്ലേ അവിടെ മൊത്തത്തിൽ പ്രശ്നമല്ലേ, ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. ഞാൻ എന്നോട് ചോദിച്ച ഒന്ന് രണ്ട് സഹോദരിമാരോട് ഞാൻ പറയാണ്, ഇവിടെ അങ്ങനത്തെ യാതൊരു കുഴപ്പവും ഇല്ല. നേഴ്സായിട്ട് വരുന്നവരെന്ന് പറഞ്ഞാല് NHS തരുന്ന വർക്ക് വിസയില്, NHS എടുത്തിരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റില് NHSന്റെ അക്കോമഡേഷനിലേക്കാണ് വരുന്നത്. വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള ബസ് ഫെയർ വരെ, ബസ്സിന്റെ ടിക്കറ്റ് വരെ അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നുള്ളതാണ് ചില സ്ഥലങ്ങളിലെങ്കിലും കേൾക്കുന്നത്. അത്രയ്ക്കും സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് വരുന്നത്. അത്രയ്ക്കും സൗകര്യങ്ങളോട് കൂടി വരുന്നവര് കൊലപാതകമൊക്കെ നടത്തണമെങ്കിൽ അങ്ങനെ എന്നെ പോലൊക്കെ സ്റ്റുഡന്റ് വിസയിലൊക്കെ വന്നവര് ഈ നാട്ടിലുള്ള എല്ലാരെയും കൊന്നേനല്ലോ. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പെട്ടിയും വീട്ടിൽ നിന്ന് തന്നുവിട്ട കുറച്ച് പൈസയും മാത്രമായിട്ട് വന്ന് ഇവിടെ വന്ന് അക്കോമഡേഷൻ കണ്ടുപിടിച്ച് നമ്മൾ സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിച്ച് അതിനിടയ്ക്ക് ജോലി ചെയ്യുന്നിടത്ത് നമ്മളെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന കുറെ ആൾക്കാര്, പൈസ തരാതിരിക്കാനിരിക്കുന്ന കുറെ ആൾക്കാര്, ഇങ്ങനത്തെ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്ത ഒരാൾക്കാരാണ് NHSന്റെ വർക്ക് വിസയിൽ വരുന്നത്. അവിടെ കൊലപാതകം, അതിനുള്ളിലും പിന്നെയും കൊലപാതകം പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കണം. ഒന്നാമത്തെ സൗകര്യം കൂടിപ്പോകുന്നതുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണവും ശമ്പളവും ഒക്കെ കൂടുമ്പോൾ എല്ലിനിടയ്ക്ക് ഒരു കുത്തിൽ വരുമല്ലോ, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ നടക്കാം. നമ്മുടെ നാട്ടിലും കാണുന്നില്ലേ, നല്ല കാശുകാരുടെ കുടുംബങ്ങളിൽ, ഒരു പണിക്കും പോകാതെ ജീവിക്കുന്നവരുടെ കുടുംബങ്ങളിൽ കൊലപാതകം, ഭാര്യയും മക്കളെയും ചുട്ടുകൊല്ലുക, ശ്വാസം മുട്ടിച്ചു കൊല്ലുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ നാട്ടിലും ഉണ്ട്. ഇതൊന്നും ജോലി കിട്ടാത്തതിന്റെ അല്ല. രണ്ട് ഈഗോ ക്ലാഷ്. കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് പറയുന്ന ഒരു സിനിമയില് ആസിഫ് അലിയെ പറഞ്ഞു തിരിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ ആണുങ്ങളുടെ പവർ കാണിച്ചു കൊടുക്കണോടാന്ന്. അതായത് ലണ്ടനിലേക്ക് സ്വന്തം ഭാര്യ വരുന്നു, ഭാര്യയുടെ വിസയിൽ ഭാര്യയുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് ഭാര്യ സ്പോൺസർ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും കുറെ നന്മമരങ്ങളായ കുറെ ആൾക്കാർ ഉപദേശിക്കാറുണ്ട് കെട്ടിയന്മാരെ, നീ അവിടെ കീഴേക്കാ പോന്നെ, നീ സാരി വിസയിലാ പോന്നെ, സാരി വിസ എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിക്കരുതെന്ന് ഞാൻ വിചാരിച്ചാണ്, എന്നോട് ക്ഷമിക്കണം. സാരി വിസ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കോംപ്ലക്സ് ഉള്ള ആൾക്കാര് ഭാര്യയുടെ കയറി വരരുത്. പിന്നെ കയറി വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഡിപ്പെൻഡന്റ് വിസ അല്ലെങ്കിൽ നിങ്ങൾ കയറി വരുന്ന വിസ എന്ന് പറയുന്നത് ഒരു പേപ്പർ വർക്ക് ഫോർമാലിറ്റിയാണ്. നിങ്ങൾക്ക് UK കടന്ന് എൻട്രിക്കുള്ള ഒരു ഫോർമാലിറ്റി മാത്രമാണ്. നിങ്ങളുടെ വൈഫ് എന്ന് നിങ്ങളുടെ വൈഫാണ്, നിങ്ങൾ എന്ന് ഹസ്ബൻഡാണ്. അതിനകത്തൊരു ഈഗോ ക്ലാഷിന്റെ കാര്യമില്ല. അവിടെ ഈഗോ ക്ലാഷ് ചെയ്ത് ഞാൻ അവളുടെ ചെലവിലാണ് കിടക്കുന്നത്, അവൾ എന്നെ ഭരിക്കുവാണ്, അവൾ അല്ലെങ്കിൽ എന്നെ എൻ്റെ വീട്ടുകാരെ ഒന്നും ഇല്ലാതാക്കുവാണ്, അങ്ങനെയുള്ള ഈഗോ ഉള്ളവരുണ്ടെങ്കിൽ വൈഫിന്റെ കൂടെ കയറി വരരുത്. അങ്ങനെ ഇനി അഥവാ കയറി വന്നു കഴിഞ്ഞ് ഇവിടെ കിടന്ന് ഷോ കാണിക്കുന്നവരോട് ഇത് ഇനിയിപ്പോ ഏതെങ്കിലും പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, എൻ്റെ നാട്ടുകാരൻ തന്നെ ഇവിടെ ഒരാൾ വന്നിട്ട് ഇതുപോലെ വന്നു കഴിഞ്ഞ് വൈഫ് കെയർ വിസയിലാണ് വന്നത്, വൈഫുണ്ട്, 2 കുഞ്ഞു കുട്ടികളുണ്ട്. പുള്ളി എന്നും കെട്ടിയോള് പണിയെടുക്കുന്ന പൈസയ്ക്ക് 12 മണിക്കൂർ ഓടി നടന്ന് ബ്രേക്ക് ഇല്ല, ഫുഡില്ല, വെള്ളമില്ലാതെ കെട്ടിയോള് പണിയെടുക്കുന്ന പൈസയ്ക്ക് പോയി കള്ളു കുടിച്ചിട്ട് വന്ന് കെട്ടിയോളെയും പിള്ളേരെ എന്നും തല്ലുക, അവർ മനസ്സമാനത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക, മനസ്സമാനത്തോടെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കെട്ടിയോനെ എന്തോ ആ പെൺകുട്ടിക്ക് ആയുസിന്റെ ബലം ഉണ്ടായിരുന്ന പെൺകുട്ടി പോലീസിനെ വിളിച്ചു, പോലീസ് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കുറച്ച് ആ പുള്ളിയെ ഡൊമസ്റ്റിക് അബ്യൂസിന് ജയിലിലിട്ട് കഴിഞ്ഞപ്പം കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് ഈ പുള്ളിക്കാരത്തിയോട് അവരൊറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, സ്പോൺസർഷിപ്പ് ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? പെൺകുട്ടി അതേന്ന് പറഞ്ഞു. സ്പോൺസർഷിപ്പ്, പുള്ളിയുടെ വിസ ക്യാൻസൽ ചെയ്തു, നാട്ടിലേക്ക് തിരിച്ച് കയറ്റി വിട്ടു. ആ പെൺകുട്ടിയും 2 കുഞ്ഞു പിള്ളേരും ഇപ്പം പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നല്ല സന്തോഷമായിട്ട് ഇവിടെ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഈഗോ വർക്ക് ചെയ്യിച്ചും ഭയങ്കര കോംപ്ലക്സ് ഉള്ള ആൾക്കാരും സ്വന്തം മനസ്സിലും പിന്നെ വിഷം കുത്തിവെക്കുന്ന നന്മമരങ്ങളുടെ സഹായത്താലും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ സാമ്പത്തികമായ ബുദ്ധിമുട്ടോ UK ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആദ്യം വന്ന് ജോലിക്ക് അപ്ലൈ ചെയ്ത് ജോലിയിൽ കയറണം. നമുക്ക് ആരും ജോലി ഇവിടെ എടുത്തു വെച്ചിട്ടില്ല, ജോലി കിട്ടാൻ കാലതാമസം എടുക്കും. പിന്നെ പ്രത്യേകിച്ച് ലാംഗ്വേജ് അറിയത്തില്ലാത്തവരാണ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കിട്ടുന്ന പണിക്ക് പോകേണ്ടി വരും.
എന്നാലും സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഇന്നും UK-യിലുണ്ട്. ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുന്ന അത് വെച്ച് UK-നെ മൊത്തത്തിൽ വിലയിരുത്തരുത്. UK-യിലുള്ള മൊത്തം മലയാളി സമൂഹത്തെ വിലയിരുത്തരുത്. ഈഗോയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും, പ്രത്യേകിച്ച് ഡിപ്പെൻഡ് വിസയിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും സന്തോഷകരമായ ജീവിതത്തിന് ഏറ്റവും നല്ലത്. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. താങ്ക് യു.